സിക്സ് ആൻഡ് വീഡിയോസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ശതാവരി എന്ന ഔഷധ സസ്യത്തെക്കുറിച്ചാണ്. ഭാരതത്തിൽ മിക്കവാറും എല്ലായിടത്തും കാണപ്പെടുന്ന ഒരു ഔഷധ സസ്യമാണ് ശതാവരി. ഇത് ആയുർവേദത്തിൽ ജീവന പഞ്ചമൂലത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു സസ്യമാണ്. അയവുള്ളതും ഈർപ്പമുള്ളതുമായ എല്ലാ പ്രദേശത്തും വളരുന്ന ഇത് ഔഷധാവശ്യങ്ങൾക്കായി വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷിയും ചെയ്യുന്നു. അനേകം ഔഷധ ഗുണമുള്ളതിനാൽ ഇതിനെ ദശവീര്യ എന്ന് വിളിക്കുന്നു. പ്രധാനമായും 2 തരം ശതാവേരികളാണ് കേരളത്തിൽ കണ്ടുവരുന്നത്. ഉയരത്തിൽ വളരുന്ന ആസ്പരാഗസ് ഗൈനോക്ലാഡസ് എന്ന ഇനവും അധികം ഉയരമില്ലാത്ത ആസ്പരാഗസ് റെസിമോസസ് എന്ന ഇനവുമാണ് ഉള്ളത്. ആസ്പരാഗസ് ഗൈനോക്ലാഡസ് എന്ന ഇനം വളരെ ഉയരത്തിൽ പടർന്നു വളരുന്നവയും മുള്ളുകൾ അല്പം വളഞ്ഞതുവയുമാണ്. ജനുവരി മാർച്ച് മാസങ്ങളിൽ പുഷ്പിക്കുന്നു. റെസിമോസസ് എന്ന വർഗം അധികം പടരാത്തവയും മുള്ളുകൾ നേരെ ഉള്ളവയുമാണ്. ഇത് ജൂൺ സെപ്റ്റംബർ മാസങ്ങളിൽ പുഷ്പിക്കുന്നു. ഇവ ഉപയോഗിച്ചുള്ള പ്രധാന ആയുർവേദ ഔഷധങ്ങൾ ശതാവരി ഗുളം, ശതാവരി കൃതം, സഹചരാതി കുഴമ്പ്, രാസ്നാദി കഷായം എന്നിവയിൽ ഉപയോഗിക്കുന്നു. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ M6 ആൻഡ് വീഡിയോസ്.